പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് നമ്മിൽ ഉണർത്തുന്ന ഒരു വൈകാരികമായ അനുഭവത്തിനപ്പുറത്ത് നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും യഥാർത്ഥ അർത്ഥവും ലക്ഷ്യവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ ശരിക്കും മനസ്സിലാക്കാൻ, നമ്മുടെ കർത്താവിന്റെ സഹനത്തിന്റെ തീവ്രത ശരിക്കും മനസ്സിലാക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ധ്യാന വിഷയമാക്കുകയാണ് ഇന്ന്. ഒന്നാമതായി നമ്മുടെ കർത്താവിന്റെ ഗത്സമേനിലെ പ്രാർത്ഥന. 2, യൂദാസിന്റെ ഒറ്റിക്കൊടുക്കലും പത്രോസിന്റെ തള്ളിപ്പറയലും. 3, നമ്മുടെ കർത്താവിന്റെ വിചാരണയും വിധിയും. 4, പടയാളികൾ കർത്താവിനെ പരിഹസിക്കുന്നതും അവിടുത്തെ കുരിശിൽ തറയ്ക്കുന്നതും. 5, നമ്മുടെ കർത്താവിന്റെ കുരിശു മരണം. 6, കർത്താവിന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും നമുക്ക് ഇന്നെങ്ങനെ ഉൾച്ചേരാം. 7, നമ്മുടെ കർത്താവിന്റെ പീഡാസഹനവും കുരിശുമരണവും ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? നമ്മുടെ ആനുകാലിക ജീവിതത്തിൽ ഇത് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. ഒന്നാമതായി യേശുവിന്റെ ഗത്സമേനിലെ പ്രാർത്ഥന ധ്യാന വിഷയമാക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും നൽകിയിട്ടുള്ള വിവരണം അനുസരിച്ചാണ് നാം ഇവിടെ ധ്യാന വിഷയമാക്കുന്നത്. യേശു തമ്പുരാൻ അന്ത്യ അത്താഴത്തിൽ പെസഹ ആഘോഷവും പുതിയ ഉടമ്പടി സ്ഥാപനവും കഴിഞ്ഞ് ശിഷ്യരോടൊത്ത് ഒലിവ് മലയിലേക്ക് പോയി. ഒലിവ് മലയിലുള്ള ഒരു തോട്ടമാണ് ഗത്സമേൻ. മർക്കോസ് ഇപ്രകാരം വിവരിക്കുന്നു: അവർ ഗത്സമേനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശുവിന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്ന് പറയുന്നത്? അവിടുന്ന് അത്രത്തോളം വ്യഥ അനുഭവിക്കുന്നു. തന്റെ പീഡാനുഭവത്തെ മുന്നിൽ കാണുമ്പോൾ കർത്താവിന് അസ്വസ്ഥതയുണ്ടാകാം. പക്ഷെ അതിലുപരി അവന്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നത് തന്റെ സ്വന്തം ജനം അവിടുത്തെ തിരസ്കരിക്കുന്നതിനെ ഓർത്താണ്. സുവിശേഷം പറയുന്നു, യേശു മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ആബാ പിതാവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് നേരിൽ കണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ ഈ പാനപാത്രം എന്ന് പറയുന്നത് തന്റെ പീഡാനുഭവവും കുരിശുമരണവും ഇതെന്നിൽ നിന്ന് മാറ്റിത്തരണമേ. കൂട്ടിച്ചേർത്തു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ദൈവ തിരുമനസ്സിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വലിയൊരു മാതൃകയും ഇതുവഴി യേശു നൽകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ ഇഷ്ടം ദൈവത്തെ കൊണ്ട് നിറവേറ്റിപ്പിക്കുവാനല്ല പരിശ്രമിക്കേണ്ടത്, മറിച്ച് ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. എത്ര യാതന നിറഞ്ഞ സഹനത്തിന്റെ അവസരങ്ങളാണെങ്കിലും ഇത് മാറ്റിത്തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നിർബന്ധിച്ച് നമ്മുടെ ഇഷ്ടം നിറവേറ്റാനല്ല നാം പരിശ്രമിക്കേണ്ടത്, മറിച്ച് ദൈവമേ, അങ്ങ് തിരുഹിതമാകുന്നു എങ്കിൽ ഈ സഹനത്തിന്റെ നിമിഷത്തിൽ നിന്ന് എനിക്ക് ആശ്വാസം പകരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. ദൈവ തിരുമനസ്സിനോട് വിധേയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതി. ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് യേശു ശിഷ്യന്മാരുടെ പക്കലേക്ക് വന്നപ്പോൾ അവർ ഉറങ്ങുകയാണ്. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുകയാണോ?
പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് യേശു വീണ്ടും നമുക്കൊരു പാഠം തരുന്നു. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. യേശു 2ാം പ്രാവശ്യവും അവരുടെ പക്കൽ നിന്ന് പോയി അപ്രകാരം തന്നെ പ്രാർത്ഥിച്ചു പിതാവിനോട്. യേശു 2ാം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴും ഇവർ ഉറങ്ങുകയാണ്. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ? യേശു വീണ്ടും പോയി 3ാം പ്രാവശ്യവും പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അവർ വീണ്ടും ഉറങ്ങുന്നതാണ് കർത്താവ് കണ്ടത്. യേശു ചോദിച്ചു, നിങ്ങൾ ഇനിയും ഉറങ്ങി വിശ്രമിക്കുകയാണോ? മതി, സമയമായിരിക്കുന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. യേശു ഗെത്സമേനിൽ നൊമ്പരമനുഭവിക്കുമ്പോൾ അവനോടൊത്ത് 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അത് ദുഃഖവെള്ളിയാഴ്ചയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഏത് ദിവസത്തിലും രാത്രി കാലങ്ങളിൽ 1 മണിക്കൂറെങ്കിലും കർത്താവിനോടൊത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ അനുഗ്രഹപൂർണമാണ്. നമുക്ക് 2ാമത്തെ ചിന്തയിലേക്ക് പോകാം. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതും പത്രോസ് തള്ളിപ്പറയുന്നതും. ഗെത്സമേൻ തോട്ടത്തിൽ യേശു സാധാരണ പ്രാർത്ഥിക്കാൻ പോകാറുള്ളതാണ്. അതുകൊണ്ട് അവൻ അവിടെ ഉണ്ടാകുമെന്ന് യൂദാസിന് നന്നായിട്ട് അറിയാം. 43 മുതലുള്ള വാക്യങ്ങൾ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. യൂദാസ് അടയാളമായി അവരോട് പറഞ്ഞിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ ബന്ധിച്ചുകൊള്ളുക. 45-ാം വാക്യം. യൂദാസ് യേശുവിനെ സമീപിച്ച് ഗുരോ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തു. ഗാഢമായി ചുംബിച്ചു, പക്ഷെ വഞ്ചന നിറഞ്ഞ ചുംബനം. പ്രിയമുള്ളവരെ, യൂദാസിന്റെ ആത്മവഞ്ചന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന്. വഞ്ചന നിറഞ്ഞ ചുംബനം കൊണ്ട് നാഥനെ യൂദാസ് ഒറ്റിക്കൊടുത്തതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മൾ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഒരിക്കലും വഞ്ചന നിറഞ്ഞ ഹൃദയത്തോടെ പൊന്നു തമ്പുരാനെ സമീപിക്കാൻ ഇടവരരുത്. യൂദാസിനോടൊപ്പം വന്ന ജനക്കൂട്ടം യേശുവിനെ ബന്ധിച്ചു. യേശു അവരോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവൻ ഒരു പുതപ്പ് മാത്രമേ തന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പ് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. പത്രോസിനെയാണ് ഈ പറഞ്ഞേക്കുന്നത്. പത്രോസ് മാത്രം യേശുവിനെ അനുഗമിച്ചു അല്പദൂരം. ബാക്കി എല്ലാവരും ഓടിപ്പോയി. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പത്രോസ് യേശുവിനെ അല്പം അകലെയായി അനുഗമിക്കുന്നുണ്ട്. പക്ഷേ അവനെ ന്യായാധിപ സംഘത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ കൂടെ കൂടി. അങ്ങനെ യേശുവിനെ തള്ളിപ്പറയാൻ ഇടയായി. അവർ യേശുവിനെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ചുകൂടി. പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു. യേശുവിനെ പിടിച്ച് ബന്ധിച്ചു കൊണ്ടുപോയെങ്കിലും അവനെ വധിക്കാൻ തക്ക കുറ്റങ്ങളൊന്നും അവർക്ക് ഇതുവരെ കിട്ടിയില്ല, ആരോപണങ്ങളൊന്നും. അവർ യേശുവിനെ വധിക്കാൻ തക്ക വിധം അവനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. 56-ാം വാക്യത്തിൽ പറയുന്നു,
പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു: കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല. പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു: ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? അവൻ നിശബ്ദനായിരുന്നു, മറുപടി ഒന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു: ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നേരിട്ട് അവനിൽ നിന്ന് തന്നെ ദൈവദൂഷണം കേട്ടല്ലോ എന്ന്. ദൈവപുത്രനാണ് താനെന്നും വാനമേഘങ്ങളിൽ വരുമെന്നും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുമെന്നും കേട്ടപ്പോൾ യേശു തന്നെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്നതാണ് അവനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. പ്രിയമുള്ളവരെ, അജ്ഞതയുടെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യരുടെ വിധി പ്രഖ്യാപനം കേട്ടില്ലേ? മനുഷ്യവർഗത്തെ മുഴുവനും വിധിക്കാനുള്ളവനെ അന്യായമായി വിധി പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. യേശുവിന്റെ വിചാരണയും വിധിയും നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 5 പ്രാവശ്യം യേശു വിചാരണ ചെയ്യപ്പെട്ടതായി കാണുന്നു. ഒന്നാമത് അന്നാസിന്റെ മുമ്പിൽ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. രണ്ടാമതായി കയ്യാഫാസിന്റെ മുമ്പിൽ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. മൂന്നാമതായി പീലാത്തോസിന്റെ മുമ്പിൽ, 18-ാം അധ്യായം 28 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. നാലാമതായി ഹെറോദേസിന്റെ മുമ്പിൽ, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അഞ്ചാമതായി പീലാത്തോസിന്റെ മുമ്പിൽ 2-ാം പ്രാവശ്യം, ലൂക്ക 23:11. ഇങ്ങനെ 5 പ്രാവശ്യം 5 ഇടങ്ങളിലായിട്ട് യേശു വിചാരണ ചെയ്യപ്പെടുകയാണ്. ഗെത്സമേനിൽ നിന്ന് യേശുവിനെ ബന്ധിച്ച് പ്രധാന പുരോഹിതന്മാരുടെ പക്കലേക്ക് കൊണ്ടുവന്നിട്ട് 5 സ്ഥലങ്ങളിൽ ഒന്ന് മാറി യേശു വിചാരണ ചെയ്യപ്പെട്ടു. 4 സുവിശേഷങ്ങളും പരിശോധിക്കുമ്പോൾ ഈ 5 സ്ഥലങ്ങൾ കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു: നീ യഹൂദരുടെ രാജാവാണോ? അവൻ മറുപടി പറഞ്ഞു: നീ തന്നെ പറയുന്നു. പുരോഹിത പ്രമുഖന്മാർ അവന് പല കുറ്റങ്ങളും ആരോപിച്ചു. പീലാത്തോസ് വീണ്ടും ചോദിച്ചു: നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ? നോക്കൂ, എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത്. എന്നാൽ യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു. ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായി. പീലാത്തോസ് ജനക്കൂട്ടത്തോട് ചോദിച്ചു: ഞാൻ യേശുവിനെ മോചിപ്പിച്ചു തരട്ടെ? അവനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അവരെല്ലാവരും കൂടെ വിളിച്ചു പറഞ്ഞു: ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടു തരുക, ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക. അവർക്ക് യേശുവിന്റെ മേൽ കൃത്യമായ ആരോപണം നടത്താൻ കഴിഞ്ഞില്ല. പ്രധാന പുരോഹിതൻ യേശുവിനോട് ചോദിച്ചു: ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ആണയിട്ട് ഞാൻ ചോദിക്കുന്നു, നീ ദൈവപുത്രനായ ക്രിസ്തു ആണോ എന്ന് ഞങ്ങളോട് പറയുക. യേശു അവനോട് പറഞ്ഞു: നീ പറഞ്ഞുവല്ലോ. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ മേലങ്കി കീറിക്കൊണ്ട് പറഞ്ഞു: ഇവൻ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യമില്ലല്ലോ. യഹൂദരുടെ ചിന്താഗതി പ്രകാരം
ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥാനത്ത് തങ്ങളെ തന്നെ സ്വയം പ്രതിഷ്ഠിക്കുന്നതാണ്. യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ട പ്രധാന പാപം, അവൻ ദൈവദൂഷണം പറയുന്നു, ദൈവത്തിന്റെ സ്ഥാനത്ത് സ്വയം തന്നെ പ്രതിഷ്ഠിക്കും. തുടർന്ന് യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിലും ഹെറോദേസിന്റെ മുമ്പിലും വിട്ടു. ഹെറോദേസ് യേശുവിനെ തിരിച്ച് പീലാത്തോസിന്റെ മുമ്പിലേക്ക് വിട്ടു. പീലാത്തോസിനോട് പീലാത്തോസിന്റെ ഭാര്യ തനിക്കുണ്ടായ സ്വപ്നത്തിന്റെ വെളിച്ചത്തിൽ ആ മനുഷ്യനെ ഉപദ്രവിക്കരുത്, അവൻ മൂലം ഇന്നലെ ഞാൻ സ്വപ്നം കണ്ട് വളരെയേറെ ക്ലേശിക്കാൻ ഇടയായി എന്ന് പീലാത്തോസിനെ വിവരം ധരിപ്പിച്ചു പീലാത്തോസിന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ പീലാത്തോസ് യേശുവിനെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ എങ്കിലും ജനക്കൂട്ടം ഒരുമിച്ച് യേശുവിനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പീലാത്തോസ് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് വിട്ടയക്കാമെന്ന് വിചാരിച്ച് യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും ജനം വിളിച്ചു പറഞ്ഞു, ഇവനെ ക്രൂശിക്കുക. പീലാത്തോസ് കൈയൊഴിഞ്ഞു, നിങ്ങൾ തന്നെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവിൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ അവസാനത്തെ വിചാരണയും വിധിയെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പീലാത്തോസ് ജനത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ബറബാസിനെ വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതെന്ന് 15-ാം വാക്യത്തിൽ പറയുന്നു. പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, പടയാളികൾ പരിഹസിക്കുന്നതും യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതും. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യ വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവനെ ചുമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവന്റെ ശിരസിൽ അടിക്കുകയും അവന്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവർ പരിഹസിച്ച ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചുമാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട് അവൻ ഗോഗുൽത്ത മലയിലേക്ക് യാത്ര ചെയ്തത്. ആ യാത്ര നമ്മൾ കുരിശിന്റെ വഴിയിൽ ധ്യാനിക്കുന്നതാണ്. യേശുവിന്റെ കുരിശ് വഹിക്കാൻ സഹായിക്കാനായി ശിമയോനെ നിയോഗിച്ചതും, കുരിശിന്റെ വഴിയിൽ സ്ത്രീകൾ യേശുവിനെ കണ്ട് വിലപിക്കുന്നതും, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവനെന്നവരെ ആശ്വസിപ്പിക്കുന്നതും, കുരിശിന്റെ വഴിയിൽ യേശുവിനെ തൻ്റെ വത്സല മാതാവ് പരിശുദ്ധ അമ്മ കണ്ടുമുട്ടുന്നതും, ഈ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കുരിശിന്റെ വഴിയിൽ ധ്യാനിക്കുന്നതാണല്ലോ. യേശുവിനെ പടയാളികൾ പരിഹസിച്ചതും അവന്റെ മുഖത്ത് തുപ്പിയതും അവനെ അടിച്ചതും എല്ലാം. തുടർന്ന് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന സംഭവത്തിലേക്ക് നമുക്ക് തിരിയാം. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. തലയോടിടമെന്നർത്ഥമുള്ള ഗോഗുൽത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. നീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. അതിനുശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. യഹൂദരുടെ രാജാവ് എന്ന് അവന്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു. ഒരുവനെ അവന്റെ വലതുവശത്തും അപരനെ ഇടതുവശത്തും. അതിലെ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച്
3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിന്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പുള്ള പരിഹാസം, കുരിശിൽ തറച്ചതിന് ശേഷം അതുവഴി കടന്നു പോയവർ പോലും അവനെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ അവന്റെ ഉപവാസം അവസാനിപ്പിച്ചപ്പോൾ യേശുവിന്റെ പ്രലോഭനങ്ങൾ നാം ധ്യാനവിഷയമാക്കി. കുരിശോളം തുടർന്നു ഈ പ്രലോഭനങ്ങൾ. കുരിശിൽ നിന്ന് ഇറങ്ങി വരാനുള്ള വെല്ലുവിളി, യേശുവിന്റെ ദൈവത്വം തെളിയിക്കാൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ. പക്ഷേ യേശു മൗനിയായി പിതാവിന്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു. യേശുവിന്റെ മരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. 15-ാം അധ്യായം 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂർ ആയപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്ത് നിന്നിരുന്ന ചിലർ അത് കേട്ടു പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി ഒരു ജാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. യേശു പ്രാർത്ഥിച്ചത്, ഏലോയ് ഏലോയ് ലമ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്? ഏലോയ് ഏലോയ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചതിനെയാണ് ഏലിയ വന്ന് ഇവനെ കുരിശിൽ നിന്ന് ഇറക്കുന്നത് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിക്കുന്നത് കണ്ട് പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. യേശുവിന്റെ മരണസമയത്ത് സംഭവിച്ച 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്ത വിഷയമാക്കാം, ധ്യാന വിഷയമാക്കാം. ഒന്നാമതായി, 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആദ്യജാതന്മാരെ വധിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈജിപ്തിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഇവിടെ ദൈവത്തിന്റെ ആദ്യജാതന്റെ മരണത്തിന് തൊട്ടു മുമ്പും അതുപോലെ അന്ധകാരം വ്യാപിക്കുന്നു. പ്രകൃതി പ്രതികരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രണ്ടാമതായിട്ട്, യേശുവിന്റെ പ്രാർത്ഥന, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ യേശുവിന്റെ നിലവിളിയല്ല ഇത്, അവന്റെ പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 22:1 സങ്കീർത്തകന്റെ വാക്കുകളിൽ യേശു പ്രാർത്ഥിച്ചതാണ്. അതായത് യേശുവിന് ദൈവം പോലും തന്നെ തിരസ്കരിച്ച ഒരു അനുഭവം. ആധ്യാത്മിക ജീവിതത്തിൽ വലിയ ആധ്യാത്മിക മിസ്റ്റിക്സ് ഒക്കെ ആത്മാവിന്റെ ഇരുണ്ട രാത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ ഈ അനുഭവത്തെ ചില ആധ്യാത്മിക ആചാര്യന്മാർ ആത്മാവിന്റെ ഇരുണ്ട രാത്രിയോട് ഉപമിക്കുകയാണ്. മൂന്നാമതായി, യേശു 2-ാം പ്രാവശ്യവും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. നാലാമതായി, ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് 2ആയി കീറി. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ദൈവം മറനീക്കി പ്രത്യക്ഷപ്പെടുന്ന ദൈവിക വെളിപാടിന്റെ പൂർണ്ണത കുരിശിൽ ദർശിക്കാം. നമുക്ക് കുരിശു മരണത്തിലൂടെ യേശു തമ്പുരാൻ ദൈവപിതാവിന് മനുഷ്യകുലത്തോടുള്ള അനന്ത സ്നേഹം വെളിപ്പെടുത്തി. ദൈവിക വെളിപാടിന്റെ പ്രതീകമായിട്ടാണ് തിരശീല മുകളിൽ നിന്ന് 2ആയി കീറുന്നത്. അഞ്ചാമതായി, ശതാധിപൻ വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാണ്.
പൂർണ്ണമായി ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഈ കുരിശുമരണത്തിന്റെ ലക്ഷ്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവിന്റെ കുരിശിലെ യാഗം മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. എന്നേക്കുമായുള്ള ഏക ബലി സമർപ്പണത്തിലൂടെ ലോകത്തിന്റെ പാപങ്ങൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു നമ്മുടെ കർത്താവ്. അവിടുത്തെ കുരിശുമരണം, മുഖത്ത് തുപ്പൽ, ചാട്ടവാറടി, ഇതെല്ലാം അനുഭവിച്ചത് ആർക്കു വേണ്ടി? മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപപരിഹാര ബലിയായി. സർവ്വലോകത്തിന്റെയും പാപപരിഹാരാർത്ഥമുള്ള രക്ഷാകരമായ ബലിയാണ്. യേശു തമ്പുരാന്റെ സഹനത്തിന് രക്ഷാകരമായ ഒരു മൂല്യമുണ്ട്, പാപപരിഹാരത്തിൻ്റെതായ ഒരു മൂല്യമുണ്ട്. സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ കർത്താവിന്റെ പെസഹ, കുരിശുമരണം, ഉത്ഥാനം, ഈ മഹാരഹസ്യങ്ങളെ നിരന്തരം നമ്മൾ ധ്യാനിച്ചാലും അതിന്റെ അന്തരാർത്ഥം മുഴുവൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയേറെ വലിയ അന്തരാർത്ഥം ഇതിനുണ്ട്. ഈ അന്തരാർത്ഥം തലമുറയായി സകലർക്കും അനുഭവിക്കുവാനാണ് വിശുദ്ധ കത്തോലിക്ക സഭയുടെ ആരാധനാക്രമപരമായ ആഘോഷത്തിലൂടെ ഈ ദിവ്യ രഹസ്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നത്. യേശുവിന്റെ പീഡാസഹനവും കുരിശുമരണവും നാം ആരാധനാക്രമപരമായി അനുഷ്ഠിക്കുമ്പോൾ അതിൽ ഉൾച്ചേരുന്ന സകല തലമുറകൾക്കും ഇന്നിവിടെ എന്ന പോലെ ആ അനുഭവത്തിൽ പങ്കുചേരാം. യേശു തമ്പുരാൻ ഒരിക്കൽ മാത്രമേ കുരിശിൽ മരിച്ചുള്ളൂ. പക്ഷേ ആ കുരിശിലെ യാഗം എന്നേക്കുമായുള്ള ഏകബലിയാണ്. നാം ഇന്ന് സഭയിൽ ആരാധനാക്രമപരമായ അനുഷ്ഠാനത്തിലൂടെ യേശു തമ്പുരാന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും അന്നെന്ന പോലെ ഇന്നിവിടെ പങ്കുകാരാവുകയാണ്. നമുക്ക് നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരാൻ കഴിയുന്നത് വചനധ്യാനത്തിലൂടെയും ആരാധനാക്രമപരമായ ജീവിതത്തിലൂടെയും. നമ്മുടെ ആരാധനാക്രമപരമായ ഈ പ്രാർത്ഥനകളിലൂടെ നാം നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ പീഡാസഹനത്തിൽ പങ്കുചേരുകയാണ്. ആത്മീയമായി ഈ ബോധ്യത്തോടെ നമുക്ക് ഈ വർഷത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ ശ്രമിക്കാം. നമ്മുടെ കർത്താവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് തമ്പുരാന്റെ പീഡാസഹനത്തിലും മരണോത്ഥാനത്തിലും നമുക്ക് അർത്ഥപൂർണമായി പങ്കുചേരാൻ കഴിയുന്നത്. ലക്ഷ്യം ശരിയായി മുന്നിൽ കണ്ടുകൊണ്ട് നാം യാത്ര ചെയ്യണം. നമ്മുടെ കർത്താവിന്റെ ജീവിതം മുഴുവനും അവിടുത്തെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. എന്തൊക്കെയാണ് കർത്താവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ലക്ഷ്യങ്ങൾ? ഒന്നാമതായി ലോകത്തിന്റെ പാപ പരിഹാരം. എബ്രായർക്കെഴുതിയ ലേഖനം 9-10 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ എന്നേക്കുമായുള്ള ഏകബലി. യേശുവിന്റെ പീഡാസഹനം കുരിശുമരണത്തിലൂടെ ഭൂലോക പാപം മുഴുവനും എടുത്തു മാറ്റുന്ന, വേരോടെ പിഴുതുമാറ്റുന്ന, റൂട്ട് ഔട്ട് ചെയ്യുന്ന, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി മാറി യേശു. നമുക്ക് യേശുവിലൂടെ ലഭിക്കുന്ന കൃപ ഇതാണ്. അവിടുത്തെ സൗജന്യമായ കൃപാദാനം, പാപപരിഹാരം. നമ്മുടെ മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ പാപപരിഹാരം. ഈ ഒരു ബോധ്യത്തോടെ, ഈ ലക്ഷ്യബോധത്തോടെ നാം ഈ ശുശ്രൂഷകളിൽ പങ്കുചേരണം. രണ്ടാമതായി, പാപമോചനം മാത്രമല്ല തമ്പുരാന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ലക്ഷ്യം. പിന്നെയോ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ജീവൽ തുറമുഖത്തേക്ക് നയിക്കുക, ജീവന്റെ സമൃദ്ധിയിലേക്ക്. പാപത്തിൽ നിന്ന് മോചിതരായി രക്ഷയുടെ അനുഭവത്തിലൂടെ ജീവന്റെ സമൃദ്ധിയിലേക്ക്, ജീവൽ തുറമുഖത്തേക്ക്. മറ്റൊരു വിധത്തിൽ പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ ഉത്ഥാന മഹത്വത്തിൽ നമുക്ക് പങ്കുകാരാകാൻ കൃപാപൂർണനായ കർത്താവിന്റെ സമൃദ്ധമായ കൃപ നമ്മളിലേക്ക് ഒഴുക്കിത്തരുന്നതാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ പീഡാസഹനവും കുരിശുമരണവും. പ്രത്യേകിച്ച് യേശുവിന്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി
അവിടെ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും. യേശു തമ്പുരാന്റെ തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും നമുക്ക് ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരാനുള്ള മാർഗമായി. പ്രിയമുള്ളവരെ, പ്രത്യേകമാം വിധം നമുക്ക് ഓർക്കാം, കർത്താവിന്റെ കുരിശു മരണത്തിലൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന കൃപ, അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുന്നത് സഭയുടെ കൂദാശകളിലൂടെയാണ്. തുറക്കപ്പെട്ട വിലാവിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും. രക്തം പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു, യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി നൽകുന്നത്. ജലം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. സഭയുടെ കൂദാശകൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണല്ലോ. ഈ കൃപാപ്രവാഹത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ഇവയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം ലോകത്തെ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിൽ ഏകീകരിച്ച് പരമപിതാവുമായി ഐക്യപ്പെടുത്തി പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ ഒന്നാക്കുക. അവന്റെ കുരിശിൽ നിന്ന് ചിന്തിയ ഒരു തുള്ളി രക്തം മതിയല്ലോ ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കാൻ. യേശു തമ്പുരാൻ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. സഭ സ്ഥാപിതമായത് ഈ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയാണ്. അതോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തുക. യേശു തമ്പുരാൻ പിതാവായ ദൈവത്തിന്റെ അനന്ത സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി തന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇതാണ് സഭയുടെ ആരാധനക്രമപരമായ എല്ലാ ശുശ്രൂഷകളുടെയും ലക്ഷ്യം. സഭ സ്ഥാപിതമായത് തന്നെ ഇതിനു വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കഷ്ടാനുഭവത്തിലും പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ഇവയിൽ അർത്ഥപൂർണമായി പങ്കുചേരണമെങ്കിൽ പ്രധാനമായും 2 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഒന്ന്, പ്രലോഭനങ്ങളെ ജയിക്കാൻ നമുക്ക് കഴിയണം. യേശു തമ്പുരാൻ പ്രലോഭനങ്ങളെ ജയിച്ചതുപോലെ പ്രലോഭനങ്ങളെ ജയിക്കാൻ സാധിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തിന്മയുടെ മേൽ വിജയം വരിക്കാനും തിന്മയെ കീഴടക്കാനും നമുക്ക് സാധിക്കണം. പ്രലോഭനങ്ങളുടെ മേൽ വിജയം വരിക്കാൻ കഴിയാതെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുന്നവർക്ക് കർത്താവിന്റെ പീഡാനുഭവത്തിൽ പങ്കുചേരാൻ കഴിയില്ല. കാരണം അവരവരുടെ പാപത്തിന് പരിഹാരമേ ആകത്തുള്ളൂ അവരനുഭവിക്കുന്ന ക്ലേശങ്ങളും ദുരിതങ്ങളും. രണ്ടാമതായി, കർത്താവിന്റെ പീഡാനുഭവത്തിൽ അർത്ഥപൂർണമായി പങ്കുചേരണമെങ്കിൽ നമുക്ക് സഹനങ്ങളെ രക്ഷാകരമാക്കാൻ കഴിയണം. അപ്പോൾ പ്രലോഭനങ്ങളെ ജയിച്ച് തിന്മയുടെ മേൽ വിജയം വരിച്ച് തിന്മയെ കീഴടക്കണം, സഹനങ്ങളെ രക്ഷാകരമാക്കണം. തിന്മയുടെ മേൽ വിജയം വരിച്ചുകൊണ്ട് നാം സഹനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ സഹനം നീതിമാന്റെ സഹനമായി മാറും. അതായത് നമ്മുടെ കർത്താവിന്റെ സഹനം പോലെ നീതിമാന്റെ സഹനമായി മാറും. എങ്കിൽ മാത്രമേ അതിനെ രക്ഷാകരമാക്കാൻ സാധിക്കൂ. യേശുവിന്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കണം. യേശുവിനോടുള്ള സ്നേഹമാണ് അവിടുത്തെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ പിതാവ് യേശുവിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാൻ, രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കാൻ നാം തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. 1 പത്രോസ് 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ സഹനങ്ങളെ രക്ഷാകരമാക്കാൻ നാം എന്ത് ചെയ്യണമെന്ന് വിശുദ്ധ പത്രോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ശ്ലീഹ പറയുകയാണ്, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. തന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ പരദ്രോഹിയോ ആയി പീഡകൾ സഹിക്കാൻ ഇടവരരുത്. പിന്നെയോ ക്രിസ്ത്യാനി എന്ന നിലയിൽ സഹിക്കണം. അതായത് തിന്മ ചെയ്യാതെ നീതിമാന്റെ പാതയിൽ ജീവിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് സഹിക്കാൻ ഇടവരണം. ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾ സഹിക്കാൻ ഇടവരുമ്പോൾ
ആ സഹനങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് രക്ഷാകരമാക്കാൻ സാധിക്കും. 19 വാക്യത്തിൽ ശ്ലീഹ പറയുന്നു, ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സ്രഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഫരമേൽപ്പിക്കട്ടെ. ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ തിന്മ ചെയ്തിട്ടാകരുത്, പിന്നെയോ നന്മ ചെയ്തുകൊണ്ട് ദൈവഹിതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുക. അത് ദൈവ മഹത്വത്തിന് കാരണമാകും, ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമാകും, മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. നമ്മുടെ നാഥന്റെ തിരുരക്തത്തിന്റെ വില ഒരാത്മാവിന് പോലും നഷ്ടപ്പെടാൻ ഇടയാകരുത്. നമ്മുടെ ജീവിതം കർത്താവിന്റെ പീഡകളോട് ചേർത്ത് വെച്ച് സമർപ്പിച്ചുകൊണ്ട്, നിർമ്മല കുഞ്ഞാടിന്റെ രക്തത്തോട് ചേർത്ത് നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മയും ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കാനും ക്രിസ്തുവിന്റെ പ്രതിച്ഛായ നമ്മളിൽ വീണ്ടെടുക്കാനും കർത്താവിന്റെ തിരുനാമ മഹത്വത്തിനായി ജീവിക്കാൻ തക്കവിധം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനും ഇടവരണം. കർത്താവിന്റെ നാമം സകലരും ഏറ്റുപറയണം. കർത്താവിന്റെ പീഡാസഹനങ്ങളിലൂടെ ഉത്ഥാന മഹത്വത്തിൽ പങ്കുകാരായിക്കൊണ്ട് ഒരു പുതിയ ജീവിതം, ഒരു പുനരർപ്പണത്തിന്റെ ജീവിതം മുന്നോട്ട് നയിക്കാനും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.